ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോകരുത്, ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങിക്കൊള്ളണം എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇങ്ങനെ പടിയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് വസുമതിയെ നോക്കിയിട്ട് അർജുൻ. അന്നേരം അർജുൻ, ഞാൻ നിനക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നിങ്ങനെ പിന്നെ വസുമതി പറയുന്നുണ്ട്. അന്നേരം ജീവിതത്തിലെ ഏറ്റവും വലിയ സുഖം ദാമ്പത്യ സുഖമാണെന്ന് അമ്മ പറഞ്ഞല്ലോ. ചിത്രയുടെ ജനനത്തിന് ശേഷം അധികം എത്തുന്നതിന് മുമ്പേ അച്ഛൻ മരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അമ്മയ്ക്ക് അന്ന് നല്ല പ്രായമായിരുന്നു, 30 അടുത്തേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. എങ്കിൽ പിന്നെ അമ്മയ്ക്ക് വേറൊരു വിവാഹം കഴിച്ചുകൂടായിരുന്നോ എന്നിങ്ങനെ വസുമതിയുടെ മുഖത്ത് നോക്കി അർജുൻ ചോദിക്കുമ്പോൾ അർജുൻ എന്നിങ്ങനെ ഉറക്കെ വിളിക്കുകയാണ് വസുമതി. അന്നേരം കണ്ടോ, അച്ഛൻ്റെ സ്ഥാനത്ത് വേറൊരാളെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് പൊള്ളി. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ശവമായിട്ട് വിഴുപ്പ് ചുമക്കാനൊക്കെ കിടക്കുന്നു എന്നൊക്കെ പറയുന്നത്. അതെൻ്റെ ഭാര്യയെക്കുറിച്ചാണ് അമ്മ പറയുന്നത്. അവളുടെ ബെഡ്മാന് മാറ്റുമ്പോഴും ബാത്റൂമിൽ കൊണ്ടുപോകുമ്പോഴും കിട്ടുന്ന ഒരു സുഖവും ഒരു ദാമ്പത്യ ജീവിതത്തിലും കിട്ടില്ല. എനിക്ക് വേണ്ടി എൻ്റെ ഉടലും ഉയരും തന്ന് അവളുടെ ഉടലും ഉയരും തന്ന് സ്നേഹിച്ച അവളിങ്ങനെ കിടക്കുമ്പോൾ അവളെ സഹായിക്കുന്നത് മനുഷ്യത്വത്തിൻ്റെ പേരിലാണ്. അത് അറിയണമെങ്കിൽ അമ്മയ്ക്കും അല്പം മനുഷ്യത്വം വേണം, സ്നേഹം വേണം എന്നൊക്കെ പറയുമ്പോൾ വസുമതിക്ക് മിണ്ടാട്ടമില്ല. അന്നേരം അപ്പോൾ ഇവിടെ അട്ടിപ്പേർ കിടക്കാനാണോ നിന്റെ തീരുമാനം എന്നിങ്ങനെ വസുമതി ചോദിക്കുകയാണ്. അന്നേരം അതെ, അത് മനുഷ്യത്വത്തിൻ്റെ പേരിലാണ്, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നതെന്ന് ഉറച്ച് അർജുൻ പറയുമ്പോൾ രാഘവൻ നായർ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് ഇരുവരും കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. തുടർന്ന് പെരുവന്താനത്ത് നിന്ന് പയ്യൻ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് പെൺവീട്ടുകാർ വിളിക്കും. അപ്പോൾ മകൻ മരിച്ചുപോയി എന്ന് ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് അർജുൻ്റെ മുഖത്തിങ്ങനെ നോക്കിയിട്ട് വസുമതി അവിടെ നിന്നും ഇറങ്ങുകയാണ്. തുടർന്ന് ആകെ വിഷമിച്ചിരിക്കുന്ന രാഘവൻ നായരുടെ അടുത്തേക്ക് മുട്ടുകുത്തിയിരിക്കുകയാണ് അർജുൻ. എന്നിട്ട് കാല് പിടിച്ച് ഇങ്ങനെ മടിയിൽ പിടിച്ച് പറയുന്നുണ്ട്, അച്ഛാ ഇതൊന്നും ആരും പറഞ്ഞിട്ടല്ല എന്ന് പറയുമ്പോൾ രാഘവൻ നായർ ഇങ്ങനെ കൈ ഉയർത്തി പറയുകയാണ്, ആർക്ക് വേണമെങ്കിലും ഇവിടെ നിന്ന് പോകാം, ഇവിടെ ആരെയും പിടിച്ചു വെച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അർജുൻ്റെ കണ്ണങ്ങ് നിറഞ്ഞൊഴുകുകയാണ്. അച്ഛാ ഞാൻ അറിഞ്ഞുകൊണ്ടല്ല എന്നൊക്കെ പറയുമ്പോൾ വസുമതി പറഞ്ഞത് ശരിയാണ്, നിനക്ക് മുൻപിൽ ഒരു ജീവിതമുണ്ട്, അത് പാഴാക്കരുത്, അതുകൊണ്ട് നിനക്ക് ആലോചിച്ച് വേണം ഒരു തീരുമാനം എടുക്കാമെന്ന് പറയുമ്പോൾ വീണ്ടും അർജുൻ പറയാൻ ശ്രമിക്കുന്നുണ്ട് തൻ്റെ ഭാഗത്ത് തെറ്റില്ല. അന്നേരം വേണ്ട എന്നും പറഞ്ഞിങ്ങനെ കൈയെടുത്ത് കാണിക്കുകയാണ്. തുടർന്ന് ഇങ്ങനെ പൊയ്ക്കോളാൻ പറയുമ്പോൾ അർജുൻ അങ്ങ് കരഞ്ഞുകൊണ്ട് ഇറങ്ങി അങ്ങ് ഉമ്മറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. രാഘവൻ നായരാണെങ്കിലും അങ്ങ് സങ്കടപ്പെട്ട് അങ്ങ് കരയുകയാണ്. രണ്ട് കണ്ണീന്നും കണ്ണീരൊക്കെ ഒഴുകുന്നുണ്ട്. അത് പിടിച്ചു നിർത്താനായിട്ടും രാഘവൻ നായർ ഇങ്ങനെ വായിൽ ശബ്ദം പുറത്ത് വരാതിരിക്കാനായിട്ട് വായിൽ ഇങ്ങനെ കൈയൊക്കെ വയ്ക്കുന്നുണ്ട്. തുടർന്ന് അങ്ങ് വിഷമിച്ച് രാഘവൻ നായർ ഇരിക്കുമ്പോൾ മനസ്സ് വിഷമിപ്പിക്കേണ്ട എന്നൊക്കെ പിള്ള വന്ന് പറയുമ്പോഴാണ് രാഘവൻ നായർ ആ നെഞ്ചത്ത് കൈവച്ചിരിക്കുന്നത് പിള്ള ശ്രദ്ധിക്കുന്നത്. രാഘവൻ നായർക്ക് നെഞ്ച് നന്നായിട്ട് വേദനിക്കുകയാണ്. അന്നേരം എന്താന്ന് ചോദിക്കുമ്പോൾ ഇവിടെ വേദന എന്ന് പറയുമ്പോൾ നമുക്ക് ആശുപത്രി പോകാമെന്ന് പിള്ള അങ്ങ് പറഞ്ഞ് വെപ്രാളപ്പെടുകയാണ്. പൊന്നി അങ്ങ് വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ്. അന്നേരം വേണ്ട, ഗ്യാസിൻ്റെയാണ്, താൻ പോയി ഗുളിക എടുത്തുകൊണ്ട് വാ എന്ന് പറയുമ്പോൾ പൊന്നിയോട് വെള്ളം എടുക്കാൻ പറഞ്ഞിട്ട് പിള്ള പെട്ടെന്ന് പോയി ഗുളിക എടുത്തുകൊണ്ട് വന്ന് രാഘവൻ നായർ കൊടുക്കുകയാണ്. പക്ഷേ ഇതൊന്നും അങ്ങ് പുറത്ത് ഉമ്മറത്ത് അങ്ങ് തൂണും ചാരി വിഷമിച്ച് നിൽക്കുന്ന അർജുൻ ഇതൊന്നും അറിയുന്നില്ല. തുടർന്ന് ഗുളിക കഴിച്ച ശേഷം ആശ്വാസമുണ്ടോ, ഇപ്പം എങ്ങനെയുണ്ട് എന്ന് പിള്ള ചോദിക്കുമ്പോൾ ഈ നെഞ്ചിലെ തീ അണയുമെങ്കിൽ ഈ ശരീരത്തിലെ ശ്വാസം നിലയ്ക്കണമിടോ എന്നും പറഞ്ഞ് രാഘവൻ നായർ അങ്ങ് പൊട്ടിക്കരയുകയാണ്. അത് കണ്ടുകൊണ്ട് നിൽക്കാനേ പിള്ളയ്ക്കും പൊന്നിക്കും കഴിയുന്നുള്ളൂ. ഇതേസമയം സത്യഭാമ ഒരു ജ്യോത്സ്യനെ കാണാൻ പോയിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. ആ ജ്യോത്സ്യൻ്റെ വീട്ടിനടുത്ത് കാർ കൊണ്ടുവന്ന് നിർത്തുകയാണ്. അന്നേരം കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ ജ്യോത്സ്യൻ്റെ വീട്ടിൽ നിന്നും ആ ജ്യോത്സ്യൻ്റെ കൂടെ സഹായിക്കാൻ നിൽക്കുന്ന ഒരാൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അയാളുടെ മുന്നേ ആൻ്റപ്പൻ ഇറങ്ങുകയാണ്. അന്നേരം ഈ ജ്യോത്സ്യനെ സഹായിക്കാൻ നിൽക്കുന്ന ആൾ ദക്ഷിണ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ദക്ഷിണയോ, മനസ്സറിഞ്ഞ് തരുന്നതാണ് ദക്ഷിണ എന്നിങ്ങനെ പറയുമ്പോൾ ആ സഹായി പറയുന്നുണ്ട്. അന്നേരം മനസ്സറിഞ്ഞ് എനിക്കിപ്പോൾ തരാനൊന്നുമില്ല, സൗകര്യമുള്ളപ്പോൾ തരും എന്നും പറഞ്ഞിങ്ങനെ ആൻ്റപ്പൻ ഒരു സാമട്ടിൽ നിൽക്കുകയാണ്. അന്നേരം സത്യഭാമ ആൻ്റപ്പനെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. തുടർന്ന് സത്യഭാമയെ കാണാത്ത മട്ടെന്നോണം സത്യഭാമയുടെ മുന്നിലൂടെ തന്നെ ആൻ്റപ്പൻ അങ്ങ് പോകാൻ തുടങ്ങുകയാണ്. അന്നേരം ആൻ്റപ്പൻ മുതലാളി എന്ന് പറഞ്ഞിങ്ങനെ നിർത്തുകയാണ്. അന്നേരം സത്യഭാമയോ എന്നിങ്ങനെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്. അന്നേരം സത്യഭാമ ആലോചിക്കുന്നുണ്ട്. അന്ന് വീട്ടിൽ വന്നപ്പോൾ ആൻ്റപ്പൻ ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അയ്യോ സത്യാമ്മയുടെ മുന്നിൽ ഞാൻ ഇരിക്കാനോ എന്നും പറഞ്ഞ് ഇങ്ങനെ ആത്മീത വിനയമായിട്ട് തലയൊക്കെ ചൊറിഞ്ഞു നിന്ന ആൻ്റപ്പൻ്റെ മുഖമാണ് അന്നേരം സത്യഭാമ ഓർക്കുന്നത്. അന്നേരം സത്യഭാമയ്ക്ക് അങ്ങ് മുഖമങ്ങ് വല്ലാതാവുകയാണ്. തുടർന്ന് രാഘവൻ നായർ പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട്, അമിത വിനയവും എളിമയും ഉള്ളവരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. തുടർന്ന് ഇന്നല്ലേ ആൻ്റപ്പൻ്റെ കണ്ടെയ്നർ ഇലക്ട്രോണിക് സാധനങ്ങളുമായിട്ട് വരുന്ന കണ്ടെയ്നർ കരയ്ക്ക് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇന്നാണെന്ന് തോന്നുന്നു എന്നൊരു ഒഴുക്കം മട്ടിൽ ആൻ്റപ്പൻ പറയുകയാണ്. തോന്നുന്നെന്നോ, സാധനങ്ങൾ വന്നിട്ട് പണം തരാമെന്നല്ലേ പറഞ്ഞതെന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ എൻ്റെ സാധനങ്ങൾ ഇറക്കാനൊരു കരയ്ക്ക് മണ്ണിൽ ഇറക്കാനൊരു സാവകാശം താ സത്യാമ്മയെ, അത് കഴിഞ്ഞ് കാശ് തരാം എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് ആൻ്റപ്പൻ അങ്ങ് നടന്നു പോവുകയാണ്. അന്നേരം സത്യഭാമ
സത്യഭാമ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. തുടർന്ന് കാറിലേക്ക് കയറാൻ നേരം ഈ ആൻ്റപ്പൻ പറയുന്നുണ്ട്, പണം പണം പണം, എല്ലാവർക്കും കണ്ണ് അതിലാണ്, എന്നാലോ ചോദിക്കുമ്പോൾ ഈ വിനയവും ഒന്നുമില്ല. ആൻ്റപ്പൻ്റെ കൈ തൊട്ട് മാമോദീസ മുക്കിയ ചേലാണ് എല്ലാവർക്കും എന്നൊക്കെ വണ്ടി എടുക്കണമെന്നൊക്കെ പറഞ്ഞ് പിറുപിറുത് കൊണ്ട് ആൻ്റപ്പൻ അങ്ങ് പോകുന്നുണ്ട്. അന്നേരം സത്യഭാമയ്ക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ആൻ്റപ്പൻ്റെ സ്വഭാവം വിശ്വാസമാകുകയാണ്, അന്ന് രാഘവൻ നായർ പറഞ്ഞ കാര്യമൊക്കെ. തുടർന്ന് ഈ ജ്യോത്സ്യൻ്റെ സഹായിയായിട്ട് നിൽക്കുന്ന ആൾ വന്നിട്ട്, എന്താ സത്യാമ്മ ആൻ്റപ്പനുമായിട്ട്, ആ എച്ചി ആൻ്റപ്പനുമായിട്ട് എന്താ ഇടപാടെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഒന്നുമില്ല എന്ന് പറയുമ്പോൾ, എന്തെങ്കിലും പണം ഇടപാടാണെങ്കിൽ അത് പോയെന്ന് കരുതിയാൽ മതി, ആൻ്റപ്പന് കൊടുക്കുന്നതും ആറ്റിൽ കളയുന്നതും ഒരുപോലെയാണെന്നാണ് നാട്ടുകാർ പറയുന്നതെന്ന്. അന്നേരം സത്യഭാമയ്ക്ക് ആകെ അങ്ങ് അങ്കലാപ്പാവുകയാണ്. 5 കോടിയാണല്ലോ അവിടെ കൊടുത്തിരിക്കുന്നത്, അപ്പോൾ അതിന് എന്ത് ചെയ്യും എന്നുള്ളൊരു ഇതും ഉണ്ട്. അന്നേരം സഹായി പറയുന്നുണ്ട്, തിരുമേനി സത്യാമ്മയെ കാത്തിരിക്കുകയാണ്. അന്നേരം സത്യാമ്മ ചോദിക്കുന്നുണ്ട്, ആൻ്റപ്പൻ മുതലാളിക്ക് ജ്യോത്സ്യത്തിലേക്ക് വിശ്വാസമുണ്ടോ, എന്തിനാ ഇവിടെ വന്നതെന്ന്. അന്നേരം ഫ്രീ ആയിട്ട് കിട്ടിയാൽ ജ്യോത്സ്യവും ആൻ്റപ്പന് അമർന്നാണ്. ഇവിടെ തിരുമേനിയാണെങ്കിൽ ദക്ഷിണയായിട്ടൊന്നും ചോദിച്ചു വാങ്ങാറില്ല. അപ്പോൾ കൂടെ ഇരിക്കുമ്പോൾ ആൻ്റപ്പന് ഭാവിയും ഭൂതവും ഒക്കെ അറിയണം, അതിനാണ് ഇങ്ങോട്ട് വരുന്നത്. നമ്മളെന്തിനാ അയാളുടെ കാര്യം പറഞ്ഞ് സമയം കളയുന്നത്, സത്യാമ്മ ഇങ്ങോട്ട് വന്നാട്ടെ എന്നും പറഞ്ഞ് അവരകത്തേക്ക് കയറുകയാണ് തിരുമേനിയെ കാണാനായിട്ട്. തുടർന്ന് തിരുമേനിയുടെ അടുത്ത് സമയമൊക്കെ നോക്കാനായിട്ട് ഇരിക്കുകയാണ് സത്യഭാമ. നേരം കബഡിയൊക്കെ നിരത്തി ജ്യോത്സ്യമൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട്, പിന്നെ അത്ര നല്ല കാലമല്ല കാണുന്നത്, ധനനഷ്ടവും മാനഹാനിയും അപകീർത്തിയും പിന്നെ ചവിട്ട് നിൽക്കുന്ന മണ്ണ് പോലും ഇങ്ങനെ പോയാൽ നഷ്ടമാകാനായിട്ട് സാധ്യതയുണ്ട്. എല്ലാം ഉപേക്ഷിച്ച് അന്യദേശത്തേക്ക് പോയി കുടിയേറി പാർക്കേണ്ടി വരും. പക്ഷേ അവിടെയും നരകം തന്നെയാണ്, കഷ്ടകാലമാണല്ലോ കാണുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആൻ്റപ്പന് കൊടുത്ത പൈസയുടെ കണക്കൊക്കെയാണ് സത്യഭാമയുടെ മുമ്പിൽ. എല്ലാം കൂടി ണല്ലോ കൊടുത്തിരിക്കുന്നത്. അന്നേരം ഇതിന് പരിഹാരമില്ലെന്ന് ചോദിക്കും. പൂജാവിധികളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഒരു ഇരുമ്പ് മാറ മുന്നിൽ വച്ചിരിക്കുന്നത് പോലെയാണ് ഇപ്പോൾ സത്യാമ്മയുടെ പൂജാവിധികളൊക്കെ. ഒന്നിനും ഒരു ഫലം കാണില്ല. കണ്ണീരഞ്ഞ പണം കാണിക്കായിട്ട് ഇട്ടാൽ ദൈവം അതുകൊണ്ട് പ്രസാദിക്കില്ല എന്ന് പറയുമ്പോൾ സത്യഭാമ അങ്ങ് ആകെ വിഷമിക്കുകയാണ്. അന്നേരം ഓർക്കുന്നുണ്ട് ഭാമ, അന്ന് ആ മോഷണ കേസിൽ താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും ശാരദാമ്മയെ പോലീസ് കൊണ്ടുപോയതും ശാരദാമ്മ കരഞ്ഞു പറഞ്ഞതും പിന്നീട് പത്മാവതി അമ്മ മകനെ കാണാതെ വന്നപ്പോൾ അവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയതും ഒരു പിടി മണ്ണ് വാരി ഇങ്ങനെ സത്യാമ്മയുടെ മുന്നിലേക്ക് എറിഞ്ഞിട്ട് മകനെ കാണാതെ ആയിരിക്കും നിങ്ങളുടെയും ചാവ് എന്നൊക്കെ പറഞ്ഞതും പിന്നീട് വിഷ്ണു പിന്നെ ശാലിനിയെയും കൊണ്ട് ആ പാർമോളെയും കൊണ്ട് അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയതൊക്കെ ഓർക്കുകയാണ്. അത് ഓർക്കുമ്പോൾ സത്യഭാമയ്ക്കും വിഷമം തോന്നുന്നുണ്ട്. അന്നേരം ഇതിനൊന്നും പ്രതിവിധി ഇല്ലേ എന്നൊക്കെ തിരുമേനിയോട് ചോദിക്കുകയാണ്. അന്നേരം ഒരു കൈക്കുഞ്ഞിനെ തെരുവിലേക്ക് അന്നം കഴിക്കാൻ പ്രാപ്തമായി എത്താത്ത ഒരു കൈക്കുഞ്ഞിനെ തെരുവിലേക്ക് ഇറക്കി വിട്ടിട്ടില്ലേ, ആ കുഞ്ഞ് ഒരു രാത്രി പാല് കുടിക്കാൻ നിവർത്തിയില്ലാതെ, അന്നവന് കഴിക്കാൻ പറ്റില്ല, അപ്പോൾ പാല് വിശന്ന് വലഞ്ഞ് ഒരു അമ്പല നടയിൽ ആ കുട്ടി ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ദൈവം ക്ഷമിച്ചാലും പക്ഷേ ഈ കുഞ്ഞിൻ്റെ വിശപ്പിൻ്റെ നിലവിളി അതെന്തായാലും ദൈവം ക്ഷമിക്കില്ല, അതിനുള്ള ഫലം സത്യാമ്മയ്ക്ക് കിട്ടുക തന്നെ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ എന്താ പ്രതിവിധിയും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രതിവിധിയേ ഉള്ളൂ, ഇറക്കി വിട്ട ആ കുഞ്ഞിനെ വീട്ടിലേക്ക് ആനയിച്ച് കൊണ്ടുവരണം. അതിൻ്റെ ചോറൂണ് നടത്തിയിട്ടില്ലല്ലോ, എന്നിട്ട് മനസ്സുകൊണ്ട് മാപ്പ് പറയണം. ശ്രീപാർവതി എന്ന സത്യാമ്മയുടെ അമ്മയുടെ പേര് ആ കുഞ്ഞിനിട്ടത് വെറുതെ അല്ല, അമ്മയുടെ ആത്മാവുമായിട്ട് ആ കുഞ്ഞിന് ബന്ധമുണ്ട്. സ്വന്തം അമ്മയെ അരമനയിൽ നിന്നും തെരുവിലേക്ക് ഇറക്കി വിട്ട ഒരു ഫലമാണ് അത്. അതേപോലൊരു പ്രവൃത്തിയാണ് ഇപ്പോൾ സത്യാമ്മ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞിനെ തിരികെ കൊണ്ടുവരണം, അതിൻ്റെ ചോറൂണ് നടത്തണം, എല്ലാത്തിനും മാപ്പ് പറയണം. ആദ്യം ഇത് ചെയ്യ്, പിന്നീട് ബാക്കിയുള്ളത് ഞാൻ വഴി അറിയിക്കാമെന്ന് തിരുമേനി സത്യഭാമയോട് പറയുകയാണ്. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലാണ്. അവിടെ ഊണ് സമയമാണ്. പതിവുകാരൊക്കെ എത്തിയിട്ടുണ്ട്. ശങ്കരിയേട്ടനും കുറുപ്പ് സാറും എല്ലാവരും ഉണ്ട്. അവർ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. വിശേഷങ്ങളൊക്കെ പറയുകയാണ്, മലക്കറിയുടെ വിലയും ഓരോന്ന് ഹോട്ടൽ ബിസിനസ്സിനെ കുറിച്ചുമൊക്കെ ശാരദാമ്മയും കുറുപ്പ് സാറും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഊണ് റെഡി എന്നുള്ള ബോർഡ് അങ്ങ് മാറ്റിയേക്കാൻ പറയുന്നുണ്ട്. ഊണ് നേരത്തെ കഴിഞ്ഞതിനാൽ 2 മണിയായതല്ലേ ഉള്ളൂ എന്നൊക്കെ കുറുപ്പ് സാർ ചോദിക്കുമ്പോൾ 12 മണിക്ക് തുടങ്ങിയതല്ലേ കഴിഞ്ഞു എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 3 പേര് കാറിൽ വന്ന് ഇറങ്ങുകയാണ്. അന്നേരം രാജിയോട് ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, നീ ആ ബോർഡ് മാറ്റിയില്ലായിരുന്നോ, ചോറ് ഇരിപ്പുണ്ടോ, 3 പേർക്കുള്ള ചോറ് ഇരിപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കറികളുണ്ട് ചോറില്ല എന്ന്. അന്നേരം ഞാൻ അവരോട് പോയി പറഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞ് ശാരദാമ്മ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് വന്നിരിക്കുന്ന അവരോട് പറയുകയാണ്, 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം, എല്ലാം ഇപ്പോൾ ചോറ് തീർന്നു പോയി, ഇപ്പോൾ ശരിയാക്കാമെന്ന്. അന്നേരം ഞങ്ങൾ ഉണ്ണാനും ഇരിക്കാനും വന്നതല്ല, ഞങ്ങൾ ഈ ഭൂമി അളന്ന് തിരിക്കാൻ വന്നതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ആ അന്തം വിട്ട് ശാരദാമ്മ നിൽക്കുകയാണ്. അന്നേരം കുറുപ്പ് സാറും ശങ്കരിയേട്ടനും എല്ലാവരും ഒക്കെ അങ്ങോട്ട് ഇറങ്ങി വരികയാണ്, രാജീവും ശാന്തയും ഒക്കെ. അന്നേരം
ഈ ഭൂമി അളന്നു തിരിക്കാനോ എന്നും പറഞ്ഞ് ശാരദാമ്മ അന്തം വിട്ട് നിൽക്കുമ്പോൾ കുറുപ്പ് സാറ് പറയുന്നുണ്ട്, ഒരാൾ ഉടമസ്ഥയിൽ വെച്ചിരിക്കുന്ന ഭൂമി ഒന്നുകിൽ അയാൾ പറയണം, അല്ലെങ്കിൽ അവകാശികളായിട്ടുള്ള ആരെങ്കിലും പറയണം, അതും അല്ലെങ്കിൽ സർക്കാരിൻ്റെ എന്തെങ്കിലും പദ്ധതി പ്രകാരം പൊന്നും വില കൊടുത്ത് വാങ്ങുന്നതായിരിക്കണം. ഇതിലേതാ നടപ്പ് വശമെന്ന് ചോദിക്കുമ്പോൾ ഇത് സർക്കാരിൻ്റെ ഏറ്റെടുപ്പൊന്നുമല്ല, ഇതിൽ അനന്തരാവകാശി ഒരാൾ പറഞ്ഞിട്ട് തന്നെയാണെന്ന് പറയുമ്പോൾ ആര് പറഞ്ഞിട്ട് എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുകയാണ്. അന്നേരം അതിൽ ഒരാൾ ഇങ്ങനെ ചുറ്റും നോക്കിയിട്ട് ശാരികയെ കാണുകയാണ്. ശാരികയും ശ്യാമയും കൂടി മുറ്റത്തേക്ക് ഇറങ്ങി നിൽപ്പുണ്ട്. ആ കൊച്ചു പറഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ ശാരികയോ എന്നും പറഞ്ഞ് ശാരദാമ്മ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ബാക്കി എല്ലാവരുടെയും കണ്ണുകൾ അന്നേരം ശാരികയുടെ മേലിലാണ്. ഇവരിങ്ങനെ സംസാരിക്കുന്ന ഭൂമിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിനിടയ്ക്ക് വിഷ്ണു ഇങ്ങനെ ജീപ്പ് ഓടിച്ച് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി ഇങ്ങോട്ടത്തേക്കാണോ എന്ന് അറിയില്ല. അന്നേരം ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് ഇവരൊക്കെ വന്നിരിക്കുന്നത് ശാരി പറയുമ്പോൾ മോളെ എന്തൊക്കെയാതെന്നും പറഞ്ഞ് ശാരദാമ്മ ചോദിക്കുകയാണ്. അന്നേരം നാട്ടു നടപ്പുള്ള കാര്യം തന്നെയാണ്. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോഴും മക്കൾക്ക് കിട്ടേണ്ട വിഹിതം കിട്ടിയിട്ടേ കാര്യമുള്ളൂ. എൻ്റെ നല്ല പ്രായമാണിത്. മൂക്കിൽ പല്ല് മുളച്ചിട്ട് ഈ സ്വത്തെല്ലാം കൂടി അതിൻ്റെ ഒരു വീതം കിട്ടിയിട്ട് തെക്കേ മുറ്റത്തെ പിന്നെ മാവ് മുറിച്ചിട്ട് അതിൽ അവിടെ ചിതയൊരുക്കി എന്നെ ദഹിപ്പിക്കാൻ വേണ്ടിയാണോ ഇതൊക്കെ വെച്ചിരിക്കുന്നത്? അല്ലെങ്കിലും ഈ വയസ്സുകാലത്ത് അമ്മ എന്തിനാ ഇതെല്ലാം കൂടി കെട്ടിപ്പിടിച്ച് വച്ചിരിക്കുന്നത്? എനിക്ക് എന്തെങ്കിലും പ്രയോജനം വേണം, എനിക്ക് വേണം, എൻ്റെ ഭാഗം വേണം എന്നൊക്കെ പറഞ്ഞങ്ങ് ശാരിക അങ്ങ് തകർത്ത് സംസാരിക്കുമ്പോൾ ശാരദാമ്മ അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ്. കുറുപ്പ് സാറ്, ശങ്കരേട്ടനും രാജീവ് ശാന്ത എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരാരും ഒരു അക്ഷരം മിണ്ടുന്നില്ല ശാരിക ചോദിക്കുന്നത് കേട്ടിട്ട്. അന്നേരം ശാരദാമ്മയ്ക്ക് പെട്ടെന്ന് തല ഇറങ്ങുകയാണ്. അന്നേരം മോളെ എന്ന് പറഞ്ഞ് വിളിക്കുന്നതിന് ശാരദാമ്മ പുറകോട്ട് വീഴാനായിട്ട് പോകുന്നുണ്ട്. തുടർന്ന് രാജീവ് ശാന്തയും ചേർന്ന് ശാരദാമ്മയെ പിടിക്കുന്നുണ്ട്. പക്ഷെ ശാരികയാണെങ്കിൽ അനങ്ങാതെ തന്നെ നിൽക്കുകയാണ്. ശാരിക ചെറുതായിട്ടൊരു മനസ്താപം തോന്നുന്നെങ്കിലും ശാരദാമ്മയെ പിടിക്കാനോ ഒന്നും ചോദിക്കാനോ ഒന്നും ശാരിക പോകുന്നില്ല. തുടർന്ന് രാജീവ് ശാന്തയും കൂടി ചേർന്ന് ആ ഹോട്ടലിന്റെ പടിക്കലേക്ക് തന്നെ ശാരദാമ്മയെ പിടിച്ചിരുത്തുകയാണ്. എന്നിട്ട് അവർ ആരോരാട് വെള്ളം കൊണ്ടുവന്ന് ശാരദാമ്മയെ കുടിക്കാനൊക്കെ കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ കുറുപ്പ് സാർ ചോദിക്കുന്നുണ്ട്. അന്നേരം വേണ്ടാന്നൊക്കെ ശാരദാമ്മ പറയുകയാണ്. പക്ഷെ തൻ്റെ ആ ഉറച്ച തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ശാരിക. ഇതെല്ലാം കേട്ടുകൊണ്ട് വിഷമിച്ച് ശ്യാമ നിൽപ്പുണ്ട്. നെഞ്ചുവേദനയോ മറ്റോ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, ചെറിയൊരു തലകറക്കം, തളർച്ച പോലെ എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ അവിടെ തന്നെ ഇരിക്കുകയാണ്. അന്നേരം ശാരിക ശാരദാമ്മയുടെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു അക്ഷരം മിണ്ടുന്നില്ല. തുടർന്ന് ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ശ്യാമയ്ക്കാണെങ്കിൽ ആകെ അങ്ങ് കലി കയറി വരികയാണ്. ശാരികയുടെ അടുത്തേക്ക് ചെന്ന് ശാരി ഇങ്ങനെ പിടിച്ച് കുലുക്കുകയും കഴുത്തിന് പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നിനക്ക് എന്തിൻ്റെ വിഹിതമാടി വേണ്ടത്, നിനക്ക് എന്ത് വേണമെന്നും പറഞ്ഞങ്ങ് ശ്യാമ ശാരികയോട് തർക്കിക്കുകയാണ്. അന്നേരം ശ്യാമയെ രാജിയും പിടിച്ചു മാറ്റുന്നുണ്ട്. ശാന്ത ചെന്ന് ശാരികയും പിടിച്ചു മാറ്റുകയാണ്. അന്നേരം എന്നെ അങ്ങോട്ട് വിടുമെന്നും പറഞ്ഞ് ശാരിക എല്ലാവരെയും അങ്ങ് തള്ളി മാറ്റുകയാണ്. അന്നേരം ശാരദാമ്മയെ ഓടി ചെല്ലുന്നുണ്ട്. മോളെ മതിയാക്കുക എന്നൊക്കെ പറയുമ്പോൾ അമ്മ പിന്നെ ഇവൾക്ക് എന്താണ് കൊടുക്കാൻ പോകണം, ഇവൾക്ക് എന്തിൻ്റെ വിഹിതമാണ് വേണ്ടത് കൊടുക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മയ്ക്ക് ഉത്തരമില്ല. തുടർന്ന് ശാരികയോട് ശ്യാമ ചോദിക്കുകയാണ്, 19 വർഷം മുമ്പ് ഈ ചാണകം മെഴുകിയ ഓലപ്പുരയിലേക്ക് കയറി വരുമ്പോൾ ഉണ്ടായിരുന്ന പാറ്റയുടെയും പല്ലിയുടെയും വീതമോ അതോ അമ്മ കുടിച്ച കണ്ണീരിൻ്റെയും വിയർപ്പിൻ്റെയും പങ്കോ എന്താടി നിനക്ക് വേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാരി ഇങ്ങനെ മുഖം തിരിച്ചു നിൽക്കുകയാണ്. ഈ സമയത്ത് തന്നെ ആ നേരത്തെ വന്ന വണ്ടിയിൽ നിന്നും 3 പേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഫ്രണ്ട് സീറ്റിൽ നിന്നും ബാലചന്ദ്രനും ആ ഡ്രൈവർ സീറ്റിൽ നിന്നും ബാലചന്ദ്രൻ്റെ കൂട്ടുകാരൻ സുധീഷും കൂടി ഇറങ്ങുകയാണ്. അന്നേരമാണ് അവരെല്ലാവരും കാണുന്നത്. അന്നേരം നല്ല ഡയലോഗ് ആണല്ലോ കൊച്ചിനെ ഇതാരാ പഠിപ്പിച്ചത് എന്നൊക്കെ ബാലചന്ദ്രൻ തൻ്റെ കണ്ണിലെ ഗ്ലാസ് ഊരിയിട്ട് ഇങ്ങനെ ശ്യാമയോട് ചോദിക്കുകയാണ്. ശ്യാമ അങ്ങ് ആകെ ദേഷ്യത്തിൽ പല്ലും കടിച്ച് നിൽക്കുമ്പോൾ ശാരദാമ്മയ്ക്കും ദേഷ്യം വരികയാണ്. ശാരദാമ്മ ഇങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നു. പക്ഷേ ബാലചന്ദ്രൻ വന്നതിൽ ശാരിക സന്തോഷിക്കുകയാണ്. ബാലചന്ദ്രൻ്റെ ആ ഒരു നീക്കം അനുസരിച്ചാണല്ലോ ഇവിടെ നേരം അവിടെ അളക്കാനായിട്ട് പിന്നെ ബാലചന്ദ്രൻ കൊണ്ടുവന്ന ആൾക്കാർ ശാരികയ്ക്ക് വേണ്ടിയാണല്ലോ, അവരൊരു കൂട്ടുകെട്ടായിട്ടാണ് ഇതൊക്കെ നടത്താൻ പോകുന്നത്. അപ്പോൾ ഇനി എന്താണെന്നുള്ളത് ഇനിയിപ്പോൾ വിഷ്ണു ഇടയ്ക്ക് വരുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വിഷ്ണു ഇവിടത്തേക്ക് എത്തുമായിരിക്കും. ഇനി ബാക്കിയൊക്കെ അവർ തങ്ങളിലായിരിക്കും. അപ്പോൾ അതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. സുസ്മിതയെ ഇന്നും കാണിച്ചിട്ടില്ല. ഇനി സത്യഭാമ ഇനി വിഷ്ണുവിനെ ശാലിനിയും വിളിക്കാൻ പോകുമായിരിക്കും. കുഞ്ഞിനെ കൊണ്ടുവരണം, ചോറൂൺ നടത്തണം എന്നൊക്കെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവരെ ഇങ്ങോട്ടത്തേക്ക് വിളിച്ചു കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു.